വിശ്വവിഖ്യാത എഴുത്തുകാരി KR മീരയുടെ ഒരു പോസ്റ്റ് കണ്ടു. നമ്മൾ സാധാരണ പറയും സംഗീതജ്ഞന്മാർ ഈ സംഗീതം കൊണ്ടാണ് പാദസേവ ചെയ്യുന്നത്. അതുപോലെ വരയ്ക്കുന്നവർ വര കൊണ്ട് പാദസേവ ചെയ്യും. സാഹിത്യകാരികളും സാഹിത്യകാരന്മാരും സാഹിത്യം കൊണ്ട് പാദസേവ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ വലിയ സാഹിത്യ കൗതുകത്തോടെ ചരിത്രപരമായ ആഖ്യങ്ങളെയും ആഖ്യാനങ്ങളെയും ഒക്കെ മുൻനിർത്തിയാണ് ആരാച്ചാർ എഴുതിയ മീര ആർക്കാണ്ട് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് വായിച്ചു നോക്കി അതിൻ്റെ അടിയിൽ CPMകാരും കോൺഗ്രസ്സുകാരും കൂടിയാണ് ആ വിഷയത്തിൽ തർക്കിക്കുന്നത്. പക്ഷേ മീര എഴുതിയത് കോൺഗ്രസ്സുകാരെ വിമർശിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രം ഭരിക്കുന്നവരെയും തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തുടച്ചു നീക്കാൻ കോൺഗ്രസ്സുകാർ 10-75 കൊല്ലമായി ശ്രമിക്കുന്നു, കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് ഹിന്ദു മഹാസഭ. ആ പോസ്റ്റിന് ആധാരമായി ഇട്ടിരിക്കുന്ന വാർത്ത ഗോഡ്സെയെ ആദരിച്ച് ഹിന്ദു മഹാസഭ. അതായത് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ഗോഡ്സെയെ ആദരിച്ച വാർത്ത. ആ വാർത്തയിൽ സാധാരണ എല്ലാവരും എഴുതുന്നത് ആ പ്രവൃത്തിയെ അപലപിച്ചുകൊണ്ടും അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുമാണ് എഴുതേണ്ടത്. പക്ഷേ അങ്ങനെ എഴുതിയാൽ തേമ്പ് കിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ ഒരു തൃപ്തികരമായ ചില അംഗീകാരങ്ങളും പരിലാളനകളും ഒന്നും കിട്ടില്ല. എന്നാൽ കോൺഗ്രസിനെ തേമ്പിയാൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇത് CPMനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ലൈനിലാണ്. CPMന് ഇങ്ങനൊരു വാദമില്ലല്ലോ. ഹിന്ദു മഹാസഭയെയും കോൺഗ്രസിനെയും കൂട്ടിക്കെട്ടുന്ന എന്തൊരു യുക്തിയാണ്, എന്തൊരു ബൗദ്ധിക ഉത്കർഷേച്ഛ ഉത്കണ്ഠാകുലതയാണോ ഈ ഉയർന്ന ചിന്തകൾ എന്നൊക്കെ പറയുന്ന തലയുടെ ഉടമയായി വാഴുന്നവർക്കുള്ളത് എന്ന് ശങ്കിച്ചു പോയാൽ അതിനെ കുറ്റം പറയാനാവില്ല. ഇതിനെ തമ്മിൽ യോജിപ്പിക്കാൻ ഒരു സംഗതിയും ഒരു ധാരയും ഒരു സമാനതകളും വർത്തമാന കാലഘട്ടത്തിലില്ല. ദേശീയ തലത്തിലും ബാക്കിയുള്ളിടങ്ങളിലുമൊക്കെ ഈ ഗാന്ധിജി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് അന്നത്തെ നെഹ്റു അടക്കമുള്ളവർ അത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടും അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഗാന്ധിയൻ ആദർശങ്ങളെക്കുറിച്ച് അന്നും പറയുന്ന ഇന്നും ആവർത്തിച്ചൊരു ഭരണഘടന കയ്യിലേന്തി എല്ലാ തെരുവുകളിലും നടന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന മല്ലികാർജുന ഖാർഗെ എന്ന് പറയുന്ന ഗാന്ധിയൻ നയിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതിലൊരുപാട് അഭിപ്രായ ഭിന്നത കാണും, അതിൽ വ്യത്യസ്ത നിലപാടുള്ള ആളുകൾ കാണും, അങ്ങനെയുള്ള പലരും ഉണ്ടാവും. ഇത് അവരെ തൃപ്തിപ്പെടുത്തി എഴുതി കഴിഞ്ഞ് പിന്നീട് പിടിച്ചു നിൽക്കാൻ രക്ഷയില്ലാത്തതുകൊണ്ട് സുധാമേനോൻ എഴുതിയ ഒരു കമൻറ്റിന് താഴെ വന്ന് എന്തോ ഒന്ന് കുത്തിക്കുറിച്ച് ഇത് മറ്റൊരു തരത്തിലാക്കാനാണ് ശ്രമം. സുധാമേനോൻ എഴുതിയത് വളരെ ക്രൂരവും വസ്തുതാവിരുദ്ധവുമായ പോസ്റ്റായിപ്പോയി. 75 വർഷമായി ഗാന്ധിജിയുടെ ആത്മാവിനെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നെഹ്റു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഉൾപ്പെടുമല്ലോ. എന്താണ് ഗാന്ധിജിയെ തുടച്ചു നീക്കാൻ കോൺഗ്രസ് ചെയ്തതെന്ന് വസ്തുതകളുടെ പിൻബലത്തോടെ പറയൂ. സംഘപരിവാർ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ലെജിറ്റിമസി നൽകുന്ന ഈ പോസ്റ്റ് ഏറ്റവും സഹായിക്കുന്നത് സംഘികളെയാണ്. ഞാൻ അടക്കമുള്ള ഗാന്ധിയൻ കോൺഗ്രസ്സുകാർക്ക് അങ്ങേയറ്റം അപമാനകരമായ പോസ്റ്റ്, പ്രതിഷേധമറിയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉടൻ തന്നെ അതിന് മറുപടി എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ. നമ്മളൊക്കെ വിചാരിക്കും ഈ സാഹിത്യകാരന്മാർ, ചിന്തകൾ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ വലിയ ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ളവരും ഉത്കർഷേച്ഛ ഉള്ളവരുമൊക്കെയാണെന്ന് വിചാരിക്കും. സുധയുടെ രോഷം എനിക്ക് മനസ്സിലാകും. അതേ രോഷം കൊണ്ട് തന്നെയാണ് ഞാനും എഴുതിയത്. ഗാന്ധിസം പറഞ്ഞുകൊണ്ടിരുന്നാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ലെന്നും ഗാന്ധിസം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും പറഞ്ഞതിൻ്റെ റിപ്പോർട്ടുകൾ എത്ര വേണമെങ്കിലും കിട്ടും. ഗാന്ധിജിയെ അധിക്ഷേപിച്ചാൽ കോൺഗ്രസ്സുകാർ പ്രതികരിക്കില്ലെന്ന ഉറപ്പിന്മേൽ. ഇത്രയേ ഉള്ളൂ. ഉരുളാൻ ഇങ്ങനെ അറിയാവൂ, അത്രയുമൊക്കെ കരുതിയാൽ മതി. ഒരുപാട് പേരിങ്ങനെ എഴുതിയും വായിച്ചുമൊക്കെ വളരെ ഭയങ്കരമായ ഭൗതിക ചിന്ത. രാജ്യത്തൊക്കെ ഒരുപാട് സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഉണ്ട്. ഫാസിസത്തിനെതിരെ എഴുതുന്നവർ, ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതിനെതിരെ എഴുതുന്നവർ, അവർക്കൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
അവരുടെ ഒന്നും സാഹിത്യകൃതികൾ അംഗീകരിക്കപ്പെട്ടില്ല, സ്ഥാനങ്ങൾ കിട്ടിയില്ല. ചിലപ്പോൾ അവരുടെയൊക്കെ യാത്രകളും മറ്റുള്ളതുമൊക്കെ പലയിടങ്ങളിലും തടസ്സപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മിണ്ടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്നാൽ മീര ചേച്ചി ബുദ്ധിയുള്ള ആളാണ്. ഇങ്ങനെ തേമ്പിയാൽ കോൺഗ്രസ്സുകാർക്കിട്ടല്ലേ തേമ്പുന്നത്. നമ്മൾ സാധാരണ ഈ തേമ്പുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെ തേമ്പിയാലാണോ വലിയ തിരിച്ചടി കിട്ടാത്തത്, അങ്ങനെ ഒന്ന് തേമ്പിയാൽ അതൊരു സുഖമല്ലേ. അങ്ങനെ നോക്കി തേമ്പിയതാണ് മീര ചേച്ചി. മീര ചേച്ചി അറിയേണ്ട കാര്യം, കോൺഗ്രസ് ഉണ്ടായ കാലം മുതലേ അതിനകത്ത് വ്യത്യസ്ത ധാരകളുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഉള്ളവർ ഗാന്ധിജിയുടെ അഹിംസയല്ല, തിരിച്ചടിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് നിലപാട് സ്വീകരിച്ചവരാണ്. എന്നാൽ ഇന്ത്യയുടെ ഒരു പൊതുധാര അതിന് ചേർന്നതല്ല എന്ന തരത്തിൽ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അത്തരം ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് ഗാന്ധിയൻ അഹിംസാ സിദ്ധാന്തവും ആ പാതയും ഒക്കെ സ്വീകരിച്ചത്. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ തിരിച്ചക്രമിച്ച ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖദേവിനെയും ഒക്കെ നമ്മൾ ധീരവീരരായി അഭിമാനപൂർവം അംഗീകരിക്കുന്നുമുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസയല്ല തിരിച്ചടിയാണ് വേണ്ടതെന്ന് പറഞ്ഞവരെ നമ്മൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. അങ്ങനെയും അത്തരത്തിലുമൊക്കെയുള്ള നിലപാടുകൾ അന്നുമുണ്ടായിരുന്നു, പല കാലങ്ങളിലും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ടായിരുന്നു. ചിലരൊക്കെ കോൺഗ്രസിനെ പറയുമ്പോൾ പറയാറ് പോലുമുണ്ട്, ദേശീയ തലത്തിൽ ഒരുതരം വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുന്നത് പോലെ സാമ്പാർ നിലപാട് സ്വീകരിക്കാതെ കരുത്തോടെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പലരും പറയാറും എഴുതാറുമുണ്ട്. അതൊന്നും അറിയാത്ത ആളാണോ ഈ കെ ആർ മീര? അത് മനസ്സിലാകാത്ത ആളാണോ കെ ആർ മീര? അല്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിലപാടുകൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ, അല്ലെങ്കിൽ ഒരു KPCC പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ മറ്റൊരു സാന്ദർഭികമായി അടിച്ചാൽ പ്രതിരോധിക്കും, തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നതിനെയാണോ കോൺഗ്രസ് ഗാന്ധിജിയെ നിരാകരിച്ചു എന്ന അർത്ഥത്തിൽ പോസ്റ്റ് ഇടുന്നത്? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാഹിത്യകൃതികളൊക്കെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും നന്മയുടെയും പിന്നെന്ന് വേണ്ട എല്ലാത്തിൻ്റെയും വലിയ നിറകുടമാണ് എന്ന് എഴുതി നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ അതൊക്കെ വായിച്ച് ധന്യരായിരുന്നിട്ട് പല കാര്യങ്ങൾക്ക് നേരിട്ട് സമീപിക്കുമ്പോഴും നിങ്ങൾക്കിടയിലുള്ള പരസ്പര പോരാട്ടം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പാരയടിക്കുകയും വലിച്ചിടുകയും നിലത്തടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മോശമാവുന്നു വ്യക്തിപരമായി എന്നുള്ളതല്ലാതെ സാഹിത്യം അതോടുകൂടി അങ്ങ് മരിക്കുമോ? സാഹിത്യം അങ്ങ് ഇല്ലാതാവുമോ? അപ്പോൾ എന്തൊരു യുക്തിയാണ് ഇതൊക്കെ എഴുതി തട്ടിവിടുന്നത്? ഒരുപാട് കൃതികൾ എഴുതി നിങ്ങളുടെ എഴുത്തും സംഗതികളെയൊക്കെ സംബന്ധിച്ച് പലതിനെക്കുറിച്ചും പല ആക്ഷേപങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ മലയാളികൾക്ക് ഈ പോസ്റ്റിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചാൽ എല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങും എന്ന് കരുതുന്നെങ്കിൽ കഷ്ടമാണ് മീര ചേച്ചി, കഷ്ടം, ദയനീയം. ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നേർക്ക് നേരെ എന്തെങ്കിലും കിട്ടുന്നവരെ പുകഴ്ത്തി, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് പോലെ താഴ്ത്തി ഇകഴ്ത്തി എന്തെങ്കിലും നേടാനാണെങ്കിൽ അതിനിങ്ങനെ ഒരു ഹിന്ദു മഹാസഭയുടെ പോസ്റ്റിൻ്റെ ഒരു പേപ്പറിൻ്റെ കഷ്ണമൊന്നും എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേർക്ക് നേരെ അതങ്ങ് ചെയ്താൽ പോരെ. അതാണ് കുറച്ചുകൂടി യോഗ്യത.